السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ജുസു അമ്മയിലെ സൂറത്തുകളാണ് അതിൻ്റെ തഫ്സീർ നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിക്കേണ്ടത് ഖുർആനിലെ 82-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇൻഫിത്താറാണ്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പാരായണം ചെയ്യാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സമാഉ ഫതറത്. അവിടെ ഇൻഫത്തറത്ത് എന്നാണ് നമുക്ക് ആ വാക്കുള്ളത്. പക്ഷെ നമുക്കറിയാമല്ലോ, നൂന് സാക്കിനൊക്കെ ശേഷം, അതായത് സുക്കൂനുള്ള നൂനിന് ശേഷം ഫ എന്നുള്ള അക്ഷരമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ നൂന് അത് മറച്ചിട്ടാണ് ഓതുക. അതിനെ ഇഖ്ഫാ എന്നുള്ള നിയമമാണ് പറയുക. ഇഖ്ഫാ നമ്മൾ തജ്വീദ് പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു കാര്യമാണ്. അഹ്കാമു നൂനുസ്സാക്കിന തൻവീൻ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാരായണം ഏറെക്കുറെ നന്നാവും. പിന്നീട് അക്ഷരങ്ങളുടെ സിഫാത്തുകളും മറ്റുമൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ ഏറെക്കുറെ നന്നാവാൻ നമ്മൾ ഈ ഒരു ഭാഗമെങ്കിലും പഠിക്കണം. അതായത് സുക്കൂനിട്ട നൂനിന് ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ചിട്ട് ആ നൂനിനെ എങ്ങനെ പാരായണം ചെയ്യണം എന്നുള്ള നിയമം. അതേ നിയമം തന്നെയാണ് ഏതെങ്കിലും ഒരു അക്ഷരത്തിന് തെൻവീൻ ഉണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ഹർഫ് വരുന്നതിനനുസരിച്ചിട്ട് ആ തെൻവീൻ എങ്ങനെ വ്യക്തമായി അൻ, ഇൻ, ഉൻ എന്ന് പറയണോ, അതല്ല അത് മറച്ചുകൊണ്ട് പറയേണ്ടതുണ്ടോ എന്നുള്ളത്. അത് പഠിച്ചാൽ തന്നെ നമ്മൾ പാരായണം കുറേയേറെ മെച്ചപ്പെടുന്നൊരു കാര്യമാണ്. ഇവിടെ ഫ എന്നുള്ളത് ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ നൂനിനെ മറച്ചിട്ടാണ് നമ്മൾ ഓതുക. ഇൻ എന്ന് നമ്മൾ കേൾക്കുകയില്ല. ഇൻ ഫതറത്ത് ആ രൂപത്തിലേക്കായിരിക്കും, നൂനിൽ നിന്നും ആ ഫായിലേക്കായിരിക്കും നമ്മൾ പോകുക. ഇദാ സമാഉ ഫതറത് വഇദൽ കവാകിബു ഇൻതസറത് വഇദൽ ബിഹാറു ഫുജ്ജിറത് وإذا القبور بعثرت علمت نفس ما قدمت وأخرت علمت نفس ما قدمت وأخرت. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ വായിച്ചതുപോലെ തന്നെ ഈ സൂറത്തിലും അന്ത്യദിനത്തിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളായ ആകാശത്തിനും സമുദ്രത്തിനും അതുപോലെയുള്ള നക്ഷത്രങ്ങൾക്കുമൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന കാര്യമാണ് ഈ സൂറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത്. ഈ സൂറത്തിൻ്റെ പേര് സൂറത്തു അൽ ഇൻഫിത്താർ എന്നാണ്. ഇൻഫത്തറ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കീറുക എന്നുള്ള വാക്കിൽ നിന്നാണ് അതിൻ്റെ മസ്ദറായ, അതിൻ്റെ ക്രിയാനാമമായ ഇൻഫിത്താർ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ആയത്തിൽ ഇദാ സമാഉ ഫതറത് എന്നുള്ള ഇൻഫത്തറത്ത് എന്ന വാക്ക് വന്നതുകൊണ്ടാണ് അതിന് സൂറത്തുൽ ഇൻഫിത്താർ എന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ സൂറത്തിൽ ഇദാ ശംസു കുവ്വിറത് എന്ന് വന്നിരുന്നു. കുവ്വിറത് എന്ന് പറയുന്ന കവ്വറ എന്ന് പറയുന്ന വാക്കിൻ്റെ മസ്ദറാണ്, ക്രിയാനാമമാണ് തക്വീർ. അങ്ങനെയാണ് ആ പേര് വന്നത്. അതേപോലെ തന്നെ ഇൻഫത്തറ എന്ന് പറയുന്ന വാക്കിൻ്റെ ക്രിയാനാമം അഥവാ ഇൻഫിത്താർ എന്ന് പറയുന്ന പൊട്ടിക്കീറൽ എന്ന് പറയുന്ന ആ നാമത്തിൽ നിന്നാണ് പിന്നീട് അതിൻ്റെ ക്രിയകളൊക്കെ ഉത്ഭവിക്കുക. ഇൻഫത്തറ പൊട്ടിക്കീറി എന്നറിയിക്കുന്ന ആ വാക്ക് അതിൽ നിന്നാണ് വരിക. അപ്പോൾ അതിൽ നിന്നാണ് അത് വരുന്നത്. ഇനി സഹോദരങ്ങളെ, ഈ സൂറത്തിന് പ്രത്യേക ശ്രേഷ്ഠത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ കഅന്നഹു റഅയു ഐൻ, ആർക്കെങ്കിലും ഖിയാമത്ത് നാളിൽ അവൻ ആ ഖിയാമത്ത് നാൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ആർക്കെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അത് വേണമെങ്കിൽ എന്ത് ചെയ്യട്ടെ, ഫല്യഖ്റ ഇദ ശംസു കൂവിറത് വ ഇദ സമാഉ ഫതറത് വ ഇദ സമാഉ ഷഖ്ഖത്. 3 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പാരായണം ചെയ്യാൻ പറയാൻ. അതിനൊന്നാമത്തേത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ് സൂറത്തു തക്വീർ, ഇദ ശംസു കൂവിറത് എന്നുള്ളത്. രണ്ടാമത്തേത് ഇന്നത്തെ സൂറത്താണ് ഇദ സമാഉ ഫതറത് എന്നുള്ളത്. ഇദ സമാഉ ഷഖ്ഖത് പിന്നീട് ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്തിന് ശേഷം അത് വരുന്നുണ്ട്. അപ്പോൾ ഈ 3 സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക, ഖിയാമത്ത് നാളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും. നിങ്ങൾ ഈ കാണുന്ന ആകാശം അത് അതേപോലെ ആയിരിക്കുകയില്ല. നിങ്ങൾ ഇന്ന് കാണുന്നത് പോലെ അല്ല പർവ്വതങ്ങൾ ഉണ്ടാകുക. നിങ്ങൾ കാണുന്നത് പോലെ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുകയായിരിക്കുകയില്ല. ആകാശങ്ങൾക്ക് ഒരു വിടവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരലോകത്ത് അങ്ങനെ ആയിരിക്കുകയില്ല. നിങ്ങൾ ഈ കാണുന്ന സമുദ്രം അതങ്ങനെ ആയിരിക്കുകയില്ല, മറിച്ച് അതെല്ലാം ഒന്നായി തീരുകയും അത് കത്തിയാളുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ പരലോകത്ത് സംഭവിക്കും. ആ കാര്യങ്ങളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തിൽ വന്നിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും പരലോകം എങ്ങനെ ആയിരിക്കും, ഖിയാമത്ത് നാൾ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് കണ്ണുകൊണ്ട് കാണേണ്ടതുപോലെ അറിയണമെങ്കിൽ അവൻ ഈ സൂറത്ത് പാരായണം ചെയ്യട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ആയത്ത് സഹോദരങ്ങളെ, ഇദ സമാഉ ഫതറത്, ഇദ സമാഉ ഫതറത്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം. അസ്സമാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആകാശം എന്നാണ്. ഇൻഫതറ എന്ന വാക്ക് നമ്മൾ പറഞ്ഞു, പൊട്ടിപ്പിളരുക, പൊട്ടിക്കീറുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് ബാക്കി നമ്മൾ ഭാഷാപരമായ നിയമങ്ങൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അസ്സമാ എന്ന് പറയുന്ന, ആകാശം എന്ന് പറയുന്ന വാക്ക് അറബി ഭാഷയിൽ അതിൻ്റെ ലഫ്ള് മുഅന്നസായിട്ടാണ് പറയുക. സ്ത്രീലിംഗ പദമായിട്ടാണ് സമാഇനെയും അർദിനെയൊക്കെ അറബി ഭാഷയിൽ പരിചയപ്പെടുത്തുന്നത്. അതായത് വാക്കാണ് സ്ത്രീലിംഗം, സ്ത്രീയുമായിട്ട് അതിന് ബന്ധമില്ല. ലഫ്ളുകൾ 2 രൂപത്തിലുണ്ട്, ഒന്ന് മുഅന്നസും 2 മുദക്കറും, പുല്ലിംഗവും സ്ത്രീലിംഗവുമുണ്ട്. ആകാശം എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് ഇൻ ഫതറത്ത് എന്ന് പറയുന്ന ത് എന്ന് പറയുന്ന ഒരു സാക്കിനായ താ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അതിന് മുന്നിൽ ഇദാ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് വന്നാൽ പൊട്ടിപ്പിളരുമ്പോൾ എന്നർത്ഥം കിട്ടുകയാണ്. ഇപ്പം ഇദാ ജാ വന്നാൽ, ഇദാ ജാ നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം വന്നാൽ, അങ്ങനെ. അപ്പോൾ ആ ഭാഷയിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഇദാ ജാ സെയ്ദുൻ, സെയ്ദ് വന്നാൽ, ആ അർത്ഥത്തിൽ ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. അതിന് മുന്നിൽ ഇദാ വന്നാൽ വന്നാൽ എന്നാണ് അർത്ഥം വരിക. അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇങ്ങനെ ആയാൽ എന്നുള്ള അർത്ഥത്തിനാണ് ഇദാ എന്നുള്ള വാക്ക് പൊതുവെ ഉപയോഗിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ഇദ സമാഉ ഫതറത്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൻ്റെ വലിയ പ്രത്യേകതയായിട്ട് ഖുർആനിൽ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ മുൽക്കിലൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. ആകാശം അത് അല്ലാഹു തആല അട്ടിയായി സൃഷ്ടിച്ചിരിക്കുന്നു. അതിൽ യാതൊരു വിടവുകളോ യാതൊരു കുറവുകളോ ന്യൂനതകളോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കിക്കോളൂ, ഒരു കുറവും ഒരു ന്യൂനതയും അവിടെ കാണാൻ സാധിക്കുകയില്ല എന്ന് ആകാശത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ അന്ത്യനാളിൽ പരലോകത്ത് സഹോദരങ്ങളെ ആ ആകാശം ആ നിലക്കുണ്ടാവുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ ആകാശത്തെ അത് പൊട്ടിപ്പിളർക്കുന്നതാണ്. ചില മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത് പൊട്ടിപ്പിളരാനുള്ള കാരണം മലായിക്കത്തുകൾ ആ ആകാശത്തിലൂടെയാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. കാരണം ഈ ഭൂമിയിലാണ് ഇനി മഹ്ശറ ഉണ്ടാകുന്നത്. ഈ ഭൂമിയാണ് ഇനി മഹ്ശറയായി തീരുന്നത്. നാം ജീവിക്കുന്ന ഭൂമിയാണ് മഹ്ശറയായി തീരുന്നത്. അപ്പം അതിലേക്ക് മലായിക്കത്തുകൾ ഇറങ്ങി വരുന്നത് ഈ ആകാശത്ത് വാതിലുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പോൾ ആ നിലക്കാണ് ആകാശത്തിന് പൊട്ടിപ്പിളരുകൾ അത് സംഭവിക്കുന്നത് എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതല്ല, ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയുമായി ബന്ധപ്പെട്ട് ആകാശം പൊട്ടിക്കീറിയതാണ് എന്നും കാണാം. എന്ത് തന്നെയായാലും സഹോദരങ്ങളെ, ആകാശം നേരത്തെ അതിലൊരു കീറൽ പോലും ഉണ്ടായിരുന്നില്ല. എത്രയോ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി അത് ഒരു കീറലുകളും ഒരു കേടുപാടുകളും ഇല്ലാതെയാണത് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആ ഖിയാമത്ത് നാളിൻ്റെ സമയമുണ്ടാകുമ്പോൾ ആകാശം പൊട്ടിപ്പിളരും. ഇദ സമാഉ ഫതറത്. ഇതേ തന്നെയാണ് അടുത്തതിന് സൂറത്ത് ഇദ സമാഉ ഷഖ്ഖത് എന്നും പറഞ്ഞിട്ടുണ്ട്. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ സമാനമായ അർത്ഥമാണ്
അതിനുള്ളത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. വ ഇദൽ കവാകിബു ഇൻതസറത്, നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വാക്കുകൾ പറയുകയാണെങ്കിൽ കൗക്കബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കൗക്കബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്നാണ്. അതിൻ്റെ ബഹുവചനമാണ് കവാകിബ്. അപ്പോൾ ഇദൽ കവാകിബു ഇൻതസറത്, നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നക്ഷത്രങ്ങൾ അത് ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ മനോഹരമായി ആകാശത്ത് അലങ്കരിച്ചിട്ടുണ്ട്. വലഖദ് സയ്യന്ന സമാഅ അദ്ദുന്യ ബിമസാബിഹ വജഅൽനാഹ റുജൂമൻ ലിശയാത്തീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ കുറിച്ച് പറയാണ്. ആകാശത്ത്, ഒന്നാം ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കാരമായിട്ടാണ് നക്ഷത്രങ്ങളെ ഒരുക്കിയിട്ടുള്ളത്, അല്ലെ? നമ്മൾ നക്ഷത്രങ്ങൾ അത് മറ്റു വെളിച്ചങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ആ നക്ഷത്രങ്ങൾ കണ്ടാൽ അറിയാം. അല്ലാഹു തആല ഈ പറഞ്ഞ വിളക്കുമാടങ്ങൾ പോലെ അത് വളരെ മനോഹരമായിട്ട് നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. നക്ഷത്രങ്ങൾ അല്ലാഹു പടച്ചതിൻ്റെ ഒരു കാരണം അത് ഇത് തന്നെയാണ്, ഭംഗിക്ക് തന്നെയാണ്. ആകാശത്തിന്, ഒന്നുമില്ലാത്ത ആകാശത്തിനൊരു ഭംഗിയായിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രത്തെ നിയമിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ റുജൂമൻ ലിശയാത്തീൻ, പിശാചുക്കളെ ആട്ടിയോടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കട്ട് കേൾക്കുന്ന പിശാചുക്കളെ ഈ നക്ഷത്രങ്ങൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ആട്ടിയോടിക്കുന്നതാണ്. അതേപോലെ നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അലാമാത്ത്. അലാമാത്താണ്, അത് അടയാളങ്ങളാണ്. യാത്രക്കാർക്ക് ആ നക്ഷത്രങ്ങളുടെ ദിശ അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ആ നക്ഷത്രങ്ങൾ നോക്കി ഖിബില നിർണ്ണയിക്കാൻ പറ്റും. അതുപോലെ തെക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ പഴയ കാലത്ത് കപ്പലിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 3 കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രത്തെ പടച്ചിട്ടുള്ളത്. മഹാനായ മുഫസ്സിറുകളൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നക്ഷത്രം. 4മതൊരു കാര്യം, നക്ഷത്രത്തെ ഉപയോഗിക്കാൻ പാടില്ല. അഥവാ നക്ഷത്രം നോക്കുക, പഞ്ചാംഗം എന്തൊക്കെ രൂപത്തിൽ പറയും. നക്ഷത്രങ്ങൾ നോക്കുക, ഓരോ മനുഷ്യന്മാരെ നക്ഷത്രങ്ങൾ, ഇന്നാളെ നക്ഷത്രങ്ങൾ, ആ രൂപത്തിൽ നക്ഷത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശാസ്ത്രങ്ങൾ അത് പഠിക്കുക. ഇതെല്ലാം സിഹറിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് എന്നാണ്. സിഹറിൻ്റെ ചില ഇനങ്ങളിൽപ്പെട്ടതാണ്, അത് പാടില്ല. പല മുസ്ലിമീങ്ങളും അതുമായി ബന്ധപ്പെട്ട അറിവില്ലാതെ വാരഫലമെന്നും അല്ലെങ്കിൽ ഇന്ന് നിൻ്റെ നക്ഷത്രം ഏതാണെന്ന് ആദ്യം പരിഗണിക്കും. ആ നക്ഷത്രം ഓരോരുത്തരും പഠിക്കും. അവർ നോക്കണമെങ്കിൽ നമ്മൾ ജന്മതീയതിയൊക്കെ നോക്കി, അന്നത്തെ മലയാള മാസമൊക്കെ നോക്കി, അങ്ങനെ നക്ഷത്രമൊക്കെ മനസ്സിലാക്കി പിന്നീട് ഈ നക്ഷത്രത്തിന് എന്ത് സംഭവിക്കും എന്നുള്ള ഓരോ വർഷത്തിൽ ഈ നക്ഷത്രത്തിന് ഈ വർഷം ഇങ്ങനെയൊക്കെയാണ്, ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഈ പറയുന്ന ഒരു സംഗതിയും സംഭവിക്കുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം അങ്ങനെ തന്നെയാണ്. കാരണം ആ മാസങ്ങളിൽ ഒരുപാട് ആളുകൾ ജനിച്ചിട്ടുണ്ടാകും, പലരും പല രൂപത്തിലായിരിക്കും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ സഹോദരങ്ങളെ, ഇത് തികച്ചും തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളതാണ്. ആരെങ്കിലും അങ്ങനെ ഭാവി അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ജ്യോത്സ്യൻ്റെ അടുക്കലേക്ക് ചെന്നാൽ അവൻ്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ്. വളരെ ഗൗരവമുള്ളൊരു കാര്യം കൂടിയാണത്. 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കുകയില്ല. കഴിഞ്ഞതല്ല, ഇനി വരാൻ പോകുന്ന 40 ദിവസത്തെ നിസ്കരിക്കണം. നിസ്കരിച്ചില്ല കാഫിറാവും, ദീനിന്ന് പുറത്തു പോവും. അവൻ 40 ദിവസത്തെ 40 നിസ്കാരങ്ങൾ അവന് നിസ്കരിക്കുകയും വേണം, അതൊന്നും സ്വീകരിക്കില്ല, അതിനൊരു പ്രതിഫലം കിട്ടുകയില്ല. അത് ബാധ്യത മാത്രം തീരും, നിസ്കരിച്ചു എന്നുള്ളത്. അത്രയും ഗൗരവമുള്ള കാര്യമാണ്. ഇനി അതൊരാൾ വിശ്വസിച്ചാൽ, ഇത് കേവലം പോയാലാണ്, ഇത് കേവലം വായിക്കുന്ന ആൾക്ക് ഇതേ ഹുക്കുമാണ്. ഒന്നും വിശ്വസിക്കൊന്നും വേണ്ട, വെറുതെ തമാശക്ക് വായിക്കുന്നത് പോലെ അത്ര ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ വിശ്വസിച്ചാൽ അവൻ കാഫിറായി തീരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ധിക്കരിച്ചവനായി തീരുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഗൈബിയായ കാര്യം മറ്റൊരാൾക്ക് അറിയുമെന്ന്, ജ്യോത്സ്യനറിയും, തങ്ങൾക്കറിയും എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഈ 3 കാര്യങ്ങൾക്കേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ നക്ഷത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അലങ്കാരം ഇല്ല, അത് മായ്ച്ചു കളയുകയാണ്, അതിൻ്റെ വെളിച്ചമില്ലാതായി തീരുന്നു. അങ്ങനെ ആ നക്ഷത്രങ്ങൾ അത് ഭൂമിയിലേക്ക് പതിക്കുകയാണ്, കൊഴിഞ്ഞു വീഴുകയാണ്. ഒരു മുത്തുമാലയിൽ നിന്നും അതിൻ്റെ ഒരു മാല പൊട്ടിച്ചാൽ എങ്ങനെയാണോ കൊഴിഞ്ഞു വീഴുക, അതിനാണ് ഇൻതസറത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഴവർഗ്ഗങ്ങൾ, മുന്തിരിക്കൊലകൾ പോലെയുള്ള അതിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ബാക്കിയുള്ളത് എങ്ങനെയാണോ കൊഴിഞ്ഞു വീഴുക, അതേപോലെ അത് കൊഴിഞ്ഞില്ലാതായി തീരും. നക്ഷത്രങ്ങൾ ഓരോന്നായി താഴേക്ക് പതിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇദൽ കവാകിബു ഇൻതസറത്, നക്ഷത്രങ്ങളിതാ കൊഴിഞ്ഞു വീഴുകയാണ്, ഇനി നക്ഷത്രങ്ങളില്ല. ആകാശമില്ലെങ്കിൽ പിന്നീട് അതിൽ നക്ഷത്രവുമില്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി അല്ലാഹു തആല സമുദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. വ ഇദൽ ബിഹാറു ഫുജ്ജിറത്, ഇതാ ബിഹാറുകൾ അത് ഫുജ്ജിറത് ഒഴുക്കപ്പെടുകയാണ്, പൊട്ടി ഒഴുക്കപ്പെടുകയാണ് ബിഹാറുകൾ. ബിഹാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബഹറിൻ്റെ ബഹുവചനാണ്, അല്ലെ? ബഹർ പൊതുവെ മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് ബഹർ എന്ന് പറയുന്നത്. ബഹർ എന്ന് പറഞ്ഞാൽ കടൽ എന്നാണ് അതിൻ്റെ അർത്ഥം. സമുദ്രം, വലിയ ജലാശയത്തിനാണ് ബഹർ എന്ന് പറയുക. അതിൻ്റെ ബഹുവചനമാണ് ബിഹാർ എന്ന് പറയുന്നത്. അതിൻ്റെ ബഹുവചനമാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹാർ എന്നിവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ അബ്ഹുർ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്, അതും അതിൻ്റെ ബഹുവചനമാണ്. സമുദ്രങ്ങൾ എന്നാണ്
പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സമുദ്രങ്ങൾ അത് പിന്നീട് ഒരൊറ്റ സമുദ്രമായി മാറിത്തീരുന്നതാണ്. കാരണം ഓരോന്നും പൊട്ടി ഒലിച്ചുകൊണ്ട്, ഇന്നിപ്പോൾ ഒരു ബഹറിൽ നിന്നും അടുത്തൊരു വൻകരയുണ്ടാകും, അതിനിപ്പുറത്താണ് അടുത്ത ബഹറുള്ളത്. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. മുഴുവൻ ബഹറുകളും ഒരുമിച്ചാകുമെന്നുള്ളതാണ്. മുഴുവൻ ബഹറുകളും, ഭൂമി മുഴുവൻ വെള്ളം കരകവിഞ്ഞൊഴുകുന്നതാണ്, ഒരൊറ്റ ബഹറായി തീരും. അവിടെ ഉപ്പുള്ള വെള്ളവും ഉപ്പില്ലാത്ത വെള്ളവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് വേർതിരിച്ചിട്ടുണ്ട്. അങ്ങനെ വേർതിരിവിന് ഉണ്ടാവുകയില്ല. എല്ലാ ബഹറുകളും ഒരുമിച്ച് തരും. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും ആ ബഹറിന് സംഭവിക്കുന്ന കാര്യം ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല, മറ്റായത്തുകളിൽ അള്ളാഹു തആല പറഞ്ഞ കാര്യമാണ്. പിന്നീട് ആ ബഹർ അതെല്ലാം കത്തിയാളുന്നതായിരിക്കും. ഒന്നാകെ കത്തിയാളി അതിലുള്ള വെള്ളമെല്ലാം വറ്റിത്തീരുവോളം അത് കത്തിയാളി പടരുന്നതായിരിക്കും എന്ന് സമുദ്രത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വഇദൽ ബിഹാറു ഫുജിറത്ത്. അതിനുശേഷം പറയുന്നു വഇദൽ ഖുബൂറു ബുഅ്സിറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വീണ്ടും പുനർജീവിപ്പിക്കും, വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അറിയിക്കുന്ന ഒരു വാക്കാണിത്. വഇദൽ ഖുബൂറു ബുഅ്സിറത്ത്. ഖബറുകൾ, ഖുബൂർ എന്ന് പറഞ്ഞാൽ ഖബറിന്റെ ബഹുവചനമാണ്. വഇദൽ ഖുബൂറു ബുഅ്സിറത്ത്. ബുഅ്സറ ബഅ്സറ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള കാര്യം അടിയിലായി, അടിയിലുള്ള കാര്യം മുകളിലാകുന്നതിനാണ് ബഅ്സറ എന്ന് പറയാം. അട്ടിമറിച്ച് മുകളിലേക്കാക്കപ്പെടുക എന്ന് പറയും. ഇളക്കി മറിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അസ്ഫലുള്ളത് മുകളിലാകും, മുകളിലുള്ളത് അലയുള്ളത് അസ്ഫലാവും. അങ്ങനെ അട്ടിമറിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ബുഅ്സിറത്ത് അല്ലെങ്കിൽ ബഅ്സറ എന്ന് പറയുന്നത്. വഇദൽ ഖുബൂറു ബുഅ്സിറത്ത്. ഖബറുകൾ ഇതാ ഇളക്കി മറിക്കപ്പെടുകയാണ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ ഖബറിൻ്റെ അടിയിൽ ഓരോ മനുഷ്യരും അവർ മണ്ണായി തീർന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ആ ഖബർ ഇങ്ങനെ ഇളക്കി മറിക്കുന്ന സമയത്ത് നാം നേരത്തെ കേട്ടിട്ടുള്ളതാണ്, ആകാശത്തു നിന്നും മനുഷ്യൻ്റെ മനീനോട് സാദൃശ്യമുള്ള ഒരു മഴ അത് പെയ്യുകയും ആ മഴയിൽ ചെടികൾ എങ്ങനെയാണോ നിർജീവ അവസ്ഥയിൽ ഉള്ള ഒരു ഭൂമിയിൽ നിന്നും അത് മുളച്ചു പൊന്തുന്നത്, അതുപോലെ മനുഷ്യൻ ഉണ്ടായിത്തീരുമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുമ്പോൾ എന്ന് പറയുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ, ആ ഖബറിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചിരുന്ന ആ മനുഷ്യർ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഇദൽ ഖുബൂറു ബുഅ്സിറത്ത്. ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൽ മനുഷ്യന്മാരുടെ അവസ്ഥ പറയുകയാണ്. ആലിമത്ത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്. ആലിമത്ത് അറിയുന്നതാണ്. ആരാണ് അറിയുന്നത്? നഫ്സുൻ, ഓരോ ആളുകളും അറിയുന്നതാണ്, ഓരോ വ്യക്തിയും അറിയുന്നതാണ്, ഓരോ മനുഷ്യനും അറിയുന്നതാണ്. ആലിമത്ത് നഫ്സുൻ, ഓരോ മനുഷ്യനും അറിയും. മാ ഖദ്ദമത് ഐ അല്ലദീ ഖദ്ദമത്, അവൻ മുൻകൂട്ടി ചെയ്തു വെച്ചത്, മരിക്കുന്നതിന് മുമ്പേ തന്നെ ചെയ്തു വെച്ചത്, നന്മയാകട്ടെ തിന്മയാകട്ടെ, മരിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ ചെയ്തു വെച്ച, സ്വരുക്കൂട്ടി വെച്ച, അള്ളാഹുവിന് വേണ്ടി ചെയ്തു വെച്ച, അതല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ചെയ്തു വെച്ച കാര്യങ്ങൾ അതവൻ അവിടെ അറിയും. അതുപോലെ തന്നെ വ അഖറത്ത്, ചെയ്യണമെന്ന് വിചാരിച്ച നന്മകൾ ഉണ്ടാകും, അതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ച തിന്മകൾ ഉണ്ടാകും. ഇതിനിടയിലായിരിക്കും അവൻ മരണപ്പെട്ടു പോയിട്ടുണ്ടാകുക. ഇതെല്ലാം സഹോദരങ്ങളെ അവിടെ കാണുന്നതാണ് എന്നാണ് പറയുന്നത്. ഇത് വളരെ അധികം ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു ആയത്തും കൂടിയാണിത്. കാരണം ഈ ആയത്തിൽ പറയുന്നത് സഹോദരങ്ങൾ, മനുഷ്യൻ അവൻ ചെയ്തു വെച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളാകട്ടെ അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങളാകട്ടെ അത് അവിടെ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, അവൻ ബാക്കി വെച്ച നന്മകളും കൂടി അവിടെ കാണും. അത് ഹൈറാണെങ്കിൽ അവന് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. കാരണം അവൻ ഭൂമിയിൽ അവനെ മാതൃകയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവൻ പറഞ്ഞു കൊടുത്തത് കേട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ നന്മകൾ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ നോക്കൂ, ആലോചിച്ച് നോക്കൂ. നാളെ സ്വഹാബികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത്, പ്രവാചകന്മാരെത്തുന്ന സമയത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് അവരറിയാതെ എത്ര നന്മകളാണുള്ളത്. വലിയ വലിയ ഇമാമിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവർ ബാക്കി വെച്ചിട്ടുള്ള ഇൽമിൽ നിന്നും നമ്മൾ പഠിക്കുന്നു. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും ആയിരക്കണക്കിന് ആളുകൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. ഈ നന്മകളെല്ലാം അവർക്ക് അവിടെ ലഭിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ പറയുന്നത്. അവൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്താണ്? അവൻ മരണം വരെയുള്ള കാര്യമാണ്. അതാണ് അലിമത്ത് നഫ്സും മാ ഖദ്ദമത്. ഖദ്ദമത്ത് എന്ന് പറഞ്ഞാൽ അതാണ് മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നാൽ അഖറത്ത്, പിന്തിച്ചു വെച്ച ചില കാര്യങ്ങൾ കൂടി അവന് വരാനുണ്ട്. അത് അവൻ ചെയ്തിട്ടില്ല. പക്ഷേ അവൻ ബാക്കി വെച്ചിട്ടുള്ള ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഇതേ കാര്യം തന്നെ ഷർറിൻ്റെ വിഷയത്തിലുണ്ട്. ഷർറിൻ്റെ വിഷയവും ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവൻ്റെ ഷർറുകൾ അവിടെ തീരുന്നതാണ്. ഷിർക്ക് ചെയ്യുന്നവൻ്റെ ഷിർക്കും, ബിദ്അത്ത് ചെയ്യുന്നവൻ്റെ ബിദ്അത്തുകളും, മഅസിയത്തുകൾ തിന്മകൾ ചെയ്യുന്നവൻ്റെ തിന്മകളുമെല്ലാം ഒരാളുടെ അന്ത്യശ്വാസത്തോടുകൂടി നിലക്കുന്നതാണ്. പക്ഷേ ചിലർ അവർ ഏറ്റവും വലിയ പരിതാപകരമായ
അവസ്ഥയിൽപ്പെട്ട ആളുകളാണ്. അവർ ഒരുപാട് ആളുകളെ പിഴപ്പിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവരുടെ എഴുത്തുകൾ കണ്ടിട്ട്, അവരുടെ സംസാരങ്ങൾ കേട്ടിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പിഴച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ നൂറ്റാണ്ടിലും മറ്റുമൊക്കെ മരണപ്പെട്ടു പോയ യുക്തിവാദികളായ ആളുകൾ, അവരുടെ ലേഖനങ്ങൾ വായിച്ച് അവരുടെ സംസാരങ്ങൾ കേട്ട് ഇന്നും ചില യുക്തിവാദികൾ ഉണ്ടാകുന്നു. ഈ പറയുന്ന തിന്മകളെല്ലാം അയാൾ തന്നെ പേറേണ്ടി വരുന്നതാണ്. അതിൽ ഒരുപാട് മഅസിയത്തുകൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ എത്രയുണ്ട്. സംഗീതങ്ങളാകട്ടെ, അതുപോലെ അശ്ലീലങ്ങളാകട്ടെ, ഇതെല്ലാം പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതിലെത്ര പേര് മരണപ്പെട്ടു പോയി, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയവർ എത്രയുണ്ട്. ഈ പറയുന്ന ആളുകൾക്ക് അവർ ബാക്കി വെച്ച തിന്മകളെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കാണിച്ചു കൊടുക്കും. നീ ബാക്കി വെച്ച തിന്മയാണ്, നീ പഠിപ്പിച്ചു കൊടുത്ത ബിദ്അത്താണ്, നീയാണ് ആളുകളെ പിഴപ്പിച്ചുകൊണ്ട് ഇത്തരം ബിദ്അത്തുകൾ സമൂഹത്തിൽ ഇറക്കിയത്, നീയാണ് ഇത്തരം ഷിർക്കുകൾ ചെയ്ത് ആളുകളെ പിഴപ്പിച്ചിട്ടുള്ളത്. എത്ര ആളുകൾ അവർക്കത് കാണേണ്ടി വരും. അവർക്ക് കൈകഴുകി കളയാൻ സാധിക്കുകയില്ല. കാരണം അവരാണ് അതിന് കാരണമായിട്ടുള്ളത്. അതാണ് പറഞ്ഞത്, അവൻ മരിക്കുന്നത് വരെയുള്ള അമലുകൾ എന്തൊക്കെയാണോ അതും കാണുന്നതാണ്, അവൻ ബാക്കി വെച്ചത് എന്തൊക്കെയാണോ അതും കാണുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലർ പറഞ്ഞു മാ ഖദ്ദമത് എന്ന് പറഞ്ഞാൽ ഹുവ മാ അമിലത്ഹു മിനൽ ഫറാഇൽ, അവൻ ഫർളുകളിൽ എന്തൊക്കെയാണോ ചെയ്തത് അതാണ് മാ ഖദ്ദമത്. മാ അഖറത്ത് എന്ന് പറഞ്ഞാൽ ഫർളുകളിൽ ചിലത് അവൻ ചെയ്യാതെ ബാക്കി വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ചില ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ട സമയമായിട്ട് കൊടുക്കാത്തവരുണ്ടാകും, മരിച്ചു പോയിട്ടുണ്ടാകും, അതവിടെ ബാക്കിയായിട്ടുണ്ടാകും. കൊടുക്കേണ്ടതായിട്ട് ബാധ്യതയായിട്ട് അവിടെ ഉണ്ടാകും. അതുപോലെ ഹജ്ജ് ചെയ്യാൻ ബാധ്യതയായിട്ടും നീട്ടി വെച്ച് ചെയ്യാതെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ അതവിടെ ബാക്കിയായിട്ടുണ്ടാകും. നിസ്കാരം പൂർത്തിയാക്കാതെ അങ്ങനെ ഖളാ ആക്കി അതിനിടയിൽ മരണപ്പെട്ടു പോകുന്ന ആൾ, ഒരു വക്തൊക്കെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ടാകും. ചിലപ്പോൾ അവൻ വിചാരിക്കുന്ന കുഴപ്പമില്ല, ഞാൻ പിന്നെ നിസ്കരിക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അവൻ എങ്ങനെ അറിയാം അടുത്ത വക്തെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടാലോ? ഫജറിന് മനഃപൂർവ്വം എഴുന്നേൽക്കാതെ 7 മണിക്ക് എഴുന്നേൽക്കാമെന്ന് വിചാരിച്ച വ്യക്തി 7 മണിക്കാകുമ്പോഴേക്കും മരണപ്പെട്ടാലോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അവൻ പിന്തിച്ചു വെച്ച കാര്യങ്ങൾ അവൻ അവിടെ കാണേണ്ടി വരും. അത് ഉപേക്ഷിച്ചതാകട്ടെ, അവൻ ചെയ്തു വെച്ചതാകട്ടെ, എല്ലാം സഹോദരങ്ങളെ അത് കാണേണ്ടി വരുമെന്നുള്ള കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു രംഗത്തെക്കുറിച്ച് നമ്മെ അറിയിക്കുകയാണ്. ഈ പരലോക സമയത്ത് പരലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടില്ല. ആകാശത്തെക്കുറിച്ച് പറഞ്ഞു, നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു, സമുദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞു, പിന്നീട് മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഖബറുകൾ ഇളക്കിമറിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ആ വേളയിൽ മനുഷ്യൻ തിരിച്ചറിയുന്ന കാര്യമാണ് ആലിമത്ത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്, ചെയ്ത കാര്യങ്ങൾ അവിടെ കാണാം, ചെയ്തതേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന്. നന്മയാകട്ടെ തിന്മയാകട്ടെ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. മറിച്ച് നന്മകൾ ബാക്കി വെച്ചവർക്ക് അത് ആശ്വസിക്കാനുള്ള വകുപ്പുണ്ട്. അവൻ പിന്തിച്ചു വെച്ച കാര്യങ്ങൾ വരും. തിന്മകൾ ചെയ്തവർക്കാണെങ്കിൽ സഹോദരങ്ങളെ ഏറ്റവും വലിയ അപകടം അവനവിടെ കാണേണ്ടി വരും. അവൻ പോലും അറിയാത്ത ഒരുപാട് തിന്മകൾ അവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ അവർ എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങേണ്ടതാണ്. ഇങ്ങനെയുള്ള തിന്മകൾ സോഷ്യൽ മീഡിയകളിലും ചാനലുകളായും അതുപോലെ തന്നെ അക്കൗണ്ടുകളിലായി ബാക്കി വെക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അവർ അങ്ങനെ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. അവരുടെ തൗബയുടെ ഭാഗത്തിൽപ്പെട്ടതായിരിക്കണം അവരത്ര ബാക്കി വെച്ചിട്ടുള്ള ഹറാമുകൾ അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം അല്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നതായിരിക്കും? എന്ത് സംഭവിക്കുന്നതായിരിക്കും സഹോദരങ്ങളെ? അവന് അതുകൂടി കാണേണ്ടി വരും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ബാക്കി ആയത്തുകൾ പാരായണം ചെയ്യാം. അതിനുശേഷം വിശദീകരണം മനസ്സിലാക്കാം. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم
وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله നഫ്സുൻ ലി നഫ്സി എന്നാണ് നമ്മൾ നേരെ ഓതാണ് ചെയ്തത്. തൻവീന് ശേഷം ലാം അല്ലെങ്കിൽ റാ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ തൻവീന് നമ്മൾ മണിക്കാതെ അപ്പുറത്തേക്ക് പോയി ചെയ്യുക. നഫ്സുല്ലി നഫ്സിൻ, നഫ്സും എന്ന് ഓതൂല, മറിച്ച് നഫ്സുല്ലി നഫ്സ് നേരെ ലാമിലേക്ക് പോവുക. അതുപോലെ തന്നെ അവസാനം യൗമ ഇതില്ല, യൗമ ഇതിൻ എന്ന് പറയില്ല, അതുപോലെ മണിക്കുകയുമില്ല, മറിച്ച് യൗമ ഇതില്ല എന്നാണ് അതിനെ പറയുക. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പിന്നീട് അത് തജ്വീദ് നിങ്ങൾ സാധിക്കുമെങ്കിൽ അത് പഠിക്കുന്നത് വളരെ ഉപകരിക്കും. ഖിറാഅത്ത് നിങ്ങൾക്ക് കുറേ ഭാഗം ശരിയാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് മനുഷ്യനോട്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഓ മനുഷ്യ, യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, മാ ഗർറക, നിന്നെ വഞ്ചിച്ചതെന്താണ്, ബിറബ്ബിക്കൽ കരീം, ഉദാരനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച കാര്യം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. കാരണം അല്ലദീ ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചവനാണ്, ഫസവ്വാക, നിന്നെ ശരിപ്പെടുത്തുകയും ശരിയായ രൂപത്തിൽ സംവിധാനിക്കുകയും ചെയ്തവനാണ്, ഫഅദലക, നിന്നെ ശരിയായ അവസ്ഥയിൽ നിർത്തുകയും ചെയ്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിൽ അവൻ നിന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഇത് അല്ലാഹു ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതിൽ മുഫസ്സിറുകൾക്ക് രണ്ട് അഭിപ്രായം കാണാം. ചിലർ പറഞ്ഞു ഇത് കാഫിറായ ഒരു മനുഷ്യനോട് അല്ലാഹു തആല പരലോകത്ത് വെച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. അഥവാ യാ അയ്യുഹൽ ഇൻസാൻ അൽ കാഫിർ, കാഫിറായ മനുഷ്യ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഔദാര്യവാനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? നീ എന്താണ് വിചാരിച്ചത്? റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നിന്നെ ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്നോ? ഇങ്ങനെ എല്ലാം കഴിവുള്ളൊരു റബ്ബില്ലെന്നാണോ നീ വിചാരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവൻ്റെ വിശേഷണമായ അൽ കരീം എന്ന് പറയാൻ, ബി റബ്ബിക്കൽ കരീം, ഔദാര്യവാനായ റബ്ബ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം കണ്ടിട്ട് മനുഷ്യൻ അത് ധിക്കരിക്കുന്ന സമയത്തും, പാപികൾ ധിക്കരിക്കുന്ന സമയത്തും, കാഫിറുകൾ ധിക്കരിക്കുന്ന സമയത്തും അള്ളാഹുവിൻ്റെ ഔദാര്യമൊന്നും കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വെള്ളം കൊടുക്കുന്നുണ്ട്, അവന് വായു നിലപ്പിച്ചിട്ടില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരുവനെ, അല്ലെങ്കിൽ കാഫിറായ ഒരുവനെ, യുക്തിവാദിയായ ഒരുവൻ അവൻ യുക്തിവാദത്തിലേക്ക് പോയപ്പോഴേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന വെള്ളത്തിൽ കുറവ് വരുത്തിയിട്ടില്ല, അവന് കൊടുക്കുന്ന വായു പിടിച്ചു വെച്ചിട്ടില്ല. അള്ളാഹു തആലയുടെ ഔദാര്യം കണ്ടിട്ട് നീ വഞ്ചിതനായി പോയോ എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഔദാര്യവാനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? എന്തേ നിനക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ സാധിച്ചില്ല? അവൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നീ ആസ്വദിക്കുന്നു, എന്നിട്ട് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യാതെ മറ്റുള്ളവരെ ഇബാദത്ത് ചെയ്യുന്ന മുശ്രിക്കായി നീ മാറി. റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നീ മനസ്സിലാക്കുന്നു, എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കാതെ മറ്റുള്ളവർക്കാണ് നീ നന്ദി കാണിച്ചത്. നീ റബ്ബ് നിനക്ക് വേണ്ടി അനുഗ്രഹിച്ചയച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ നിഷേധിച്ച് തള്ളുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്. ഈ ഭൗതിക ലോകം കണ്ടപ്പോഴേക്കും, ഈ ദുനിയാവിൻ്റെ പളവളപ്പ് കണ്ടപ്പോഴേക്കും ഇതെല്ലാം നിന്നെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന രംഗമാണ്. അവിടെ അവനൊന്നും ഉത്തരം പറയാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല ചോദിക്കുന്നത്, ഉത്തരമായിട്ട് പറയുന്നത് റബ്ബിൻ്റെ കറമും റബ്ബിൻ്റെ ഹിൽമും കണ്ടിട്ട് നീ വഞ്ചിതനായി പോയോ എന്നാണ്. റബ്ബിൻ്റെ ഔദാര്യവും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ശിക്ഷകൾ നൽകാതെ റബ്ബ് സുബ്ഹാനഹു വ തആല സഹനശീലം കാണിച്ചത് നിന്നെ വഞ്ചിതനാക്കിയോ? അല്ല, അല്ലാഹു തആല അങ്ങനെയാണ്. ഒരാൾ തിന്മകൾ ചെയ്താൽ ഉടനെ തന്നെ അവന് ശിക്ഷിക്കുകയില്ല.
ഉടനെ തന്നെ ശിക്ഷിക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല കാഫിറുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതാണ്. കാഫിറുകൾക്ക് റബ്ബ് ഇങ്ങനെ ഇട നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അവരിങ്ങനെ ധിക്കാരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ ആക്രമിക്കുന്നു, ആളുകൾ ഉപദ്രവിക്കുന്നു, അതുപോലെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ അവരിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അവരുടെ പാപങ്ങൾ കൂടുന്നതിന് വേണ്ടി തന്നെയാണ്. അവസാനം മരിക്കുന്ന വേളയിൽ അവന് മനസ്സിലാകുന്നതാണ് ഇനിയൊരു രക്ഷയില്ല എന്ന് മനസ്സിലാകുകയാണ്. നാളെ പരലോകത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ചോദ്യങ്ങൾക്ക് വിധേയനാവുകയാണ്. ഇത് കാഫിറായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിലാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് ഇത് മുസ്ലിമായ മുഴുവൻ ഇൻസാനിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഇൻസാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ന് പറയുന്ന വർഗത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതിൽ മുസ്ലിമും പെട്ടു, കാഫിറും പെട്ടു. മുസ്ലിം ആണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ നിന്റെ വിശ്വാസത്തോടൊപ്പം എന്തുകൊണ്ട് റബ്ബിനെ നീ ധിക്കരിച്ചു, അള്ളാഹു താല നിനക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് നീ എന്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ധിക്കരിച്ചു? അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട്, അള്ളാഹു നൽകിയ വെള്ളം കുടിച്ച്, അള്ളാഹു നൽകിയ ഭക്ഷണം കഴിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ നീ ജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് റബ്ബിനെ നിനക്ക് ധിക്കരിക്കാൻ സാധിച്ചത്? എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? ഈ അനുഗ്രഹങ്ങളൊന്നും റബ്ബിനെ ഓർമ്മിപ്പിക്കാൻ നിനക്ക് കാരണമായില്ലേ? മറന്നുപോയോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ് മാ ഗർറക ബിറബ്ബിക്കൽ കരീം. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ചില നിഅമത്തുകൾ എണ്ണി പറയുകയാണ്. എന്താണത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. അള്ളാഹുവാണ് നിന്നെ പടച്ചിട്ടുള്ളത്. അവൻ പടച്ചത് ശരിയായ രൂപത്തിലാണ്. ഫസവ്വാക ഫഅദലക, ശരിയായ അവസ്ഥയിൽ അള്ളാഹു തആല നിന്നെ സംവിധാനിച്ചിരിക്കുകയാണ്. ശരിയായ അവസ്ഥയിൽ സംവിധാനിച്ചു. നിനക്ക് നേർക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു തആല നിനക്ക് നല്ലൊരു രൂപമാണ് നൽകിയിട്ടുള്ളത്. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്. അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ നിന്നെ അവൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അള്ളാഹു പടപ്പുകളിൽ ഏറ്റവും മനോഹരമായ സൗന്ദര്യം നൽകിയിട്ടുള്ളത് അത് മനുഷ്യവർഗത്തിനാണ്. മൃഗങ്ങളിൽ പലതും അങ്ങനെയല്ല. മൃഗങ്ങളിൽ പലതും സൗന്ദര്യമുള്ളവയല്ല. നായകളെ നമ്മൾ കാണുന്നുണ്ട്, പാമ്പുകളെ കാണുന്നുണ്ട്, ഇങ്ങനെ പല രൂപത്തിലുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും നല്ല എല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും നല്ല ബുദ്ധിയും ഏറ്റവും നല്ല സൗന്ദര്യവും ഏറ്റവും നല്ല ശരീരഘടനയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഒരു ആദരവ് നൽകിയിട്ടുണ്ട് മനുഷ്യൻ്റെ രൂപത്തിന്. ഇങ്ങനെല്ലാം ആദരിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ ശരിപ്പെടുത്തിയല്ലോ. അള്ളാഹു തആല പറയുകയാണ് ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്. അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലാണ് നിന്നെ അവൻ രൂപപ്പെടുത്തിയത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, മനുഷ്യനെ അറുക്കുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പിന്നീട് അവൻ്റെ രൂപങ്ങളും ഭാവങ്ങളൊന്നും ആ രൂപത്തിൽ അതുമായി യാതൊരു ബന്ധവുമില്ല. അറുക്കുന്ന ഒരു കോലമല്ല മനുഷ്യനുള്ളത്. അതുപോലെ അവൻ്റെ രൂപഘടനകൾ എടുത്തു നോക്കിയാൽ ഏതെങ്കിലും മൃഗങ്ങളെപ്പോലെ ഇഴഞ്ഞു പോകുന്ന പോലെയോ അങ്ങനെയൊന്നുമല്ല, മറിച്ച് നല്ല രൂപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നായയുടെയോ ഒരു പന്നിയുടെയോ ഒരു ഹിമാറിൻ്റെ ഒരു കഴുതയുടെയോ കോലമൊന്നും നിനക്ക് നൽകിയിട്ടില്ല. വളരെയധികം ആദരിച്ചുകൊണ്ടുള്ള കോലമാണ് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. അങ്ങനെ അള്ളാഹു ചിലപ്പോൾ നിൻ്റെ ഉപ്പയോട് സാദൃശ്യമുള്ള കോലം നിനക്ക് നൽകി, അല്ലെങ്കിൽ നിൻ്റെ ഉമ്മയോട് സാദൃശ്യമുള്ള കോലം നൽകി, അല്ലെങ്കിൽ ഉപ്പാപ്പയോട് സാദൃശ്യമുള്ള കോലം നൽകി, അല്ലെങ്കിൽ നിൻ്റെ കാരണവന്മാരുടെ സാദൃശ്യം നിനക്ക് നൽകി. അങ്ങനെ ഒരു കുടുംബത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. ചിലർ ഉപ്പയെ പോലെയാണ്, ചിലർ ഉമ്മയെ പോലെയാണ്, ചിലർ ഉപ്പയും ഉമ്മയും പോലെയല്ല, ചിലപ്പോൾ 1-2 തലമുറകൾക്കപ്പുറത്തുള്ള ഒരു ഉപ്പാപ്പയെ പോലെയായിരിക്കും, അല്ലെങ്കിൽ മറ്റു കാരണവന്മാരെ പോലെയായിരിക്കും. അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുകയാണ്. ഒരുപാട് വെളുത്ത കുട്ടികൾക്കിടയിൽ ഒരു കുട്ടി ചിലപ്പോൾ വെളുക്കുകയില്ല. ഉപ്പയും ഉമ്മയും വെളുത്താലും മകൻ ചിലപ്പോൾ വെളുപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. ഉപ്പയും ഉമ്മയും കളറില്ലെങ്കിലും മക്കൾ വെളുപ്പുണ്ടാകും. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത രൂപങ്ങളിലാണ്. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്. താൻ ഉദ്ദേശിച്ച രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ രൂപങ്ങളെല്ലാം തന്നെ സഹോദരങ്ങളെ മനോഹരമായ രൂപം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ടാണ് അള്ളാഹു തആല ചോദിച്ചതിൻ്റെ തുടക്കത്തിൽ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഔദാര്യവാനായ നിൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? നിനക്ക് നല്ല രൂപവും തന്നു, നല്ല കോലവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി, പിന്നെ എന്താണ് നിന്നെ വഞ്ചിച്ചത്? അതിന് ഉത്തരമായിട്ട് പറയാനുള്ളത് ഗർറക ളുൽമുക വജഹ്ലുക്. നിൻ്റെ അക്രമവും അതുപോലെ തന്നെ നിൻ്റെ ളുൽമുമാണ്, നിൻ്റെ ജഹ്ലുമാണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്. നീ അക്രമിയായി തീർന്നിരിക്കുന്നു. ലലൂമൻ ജഹൂല. മനുഷ്യനെ കുറിച്ച് അള്ളാഹു തആല പരിചയപ്പെടുത്തിയതാണ്. അവൻ അങ്ങേയറ്റം അക്രമിയുമാണ്, അങ്ങേയറ്റം വിവരമില്ലാത്തവനുമാണ്. എന്തുകൊണ്ടാണ് വിവരമില്ലാത്തവനെന്ന് പറയുന്നത്? കാരണം പാപങ്ങൾ ചെയ്യുന്ന എല്ലാവരും ജാഹിലിങ്ങളാണ്. എത്ര അറിവ് പഠിച്ചിട്ടുള്ള പണ്ഡിതനാണെങ്കിലും ശരി, അവൻ പാപിയാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവൻ ജാഹിലാണ്, അള്ളാഹിനെ കുറിച്ച് അറിയാത്തവനാണ്, ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മനസ്സിലാക്കാത്തവനാണ്, ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച്, ഈ തിന്മകൾ കൊണ്ടുണ്ടാകുന്ന വരും വരായികളെക്കുറിച്ച് മനസ്സിലാക്കാത്ത ജാഹിലാണ്. അവൻ തിന്മയെക്കുറിച്ച് അറിയുന്നവനാണെങ്കിൽ ശരി, അതിന് ശിക്ഷ എന്താണെന്ന് അറിയുന്നവനാണെങ്കിൽ ശരി, ആ പ്രവർത്തിക്കുന്ന സമയത്ത് അവൻ ജാഹിൽ തന്നെയാണ്. അതാണോ നിൻ്റെ ജഹലും നിൻ്റെ അക്രമവുമാണോ നിൻ്റെ ളുൽമുമാണോ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്ന് ചോദിക്കുകയാണ് എന്നാണ് ചില മുഫസ്സിറുകൾ പറഞ്ഞത്.
വേറെ ചിലർ പറഞ്ഞു, നിന്നെ എന്താണ്, നിന്നെ പിശാചാണോ വഞ്ചിച്ചു കളഞ്ഞത്? പിശാചിന് നിന്റെ മേൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല. പിശാചിന് നിന്റെ മേൽ ആകെയുള്ള സ്വാധീനം വസ്വാസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏതൊരു തിന്മയും പിശാച് വസ്വാസം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു തിന്മയും പിശാച് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയി നമ്മളെ ചെയ്യിപ്പിച്ചിട്ടില്ല. മറിച്ച് പിശാച് തിന്മകളിലേക്കുള്ള വസ്വാസുകളാണ്. അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യുന്നുള്ള വസ്വാസുകൾ മാത്രമാണ് പിശാച് നൽകിയിട്ടുള്ളത്. പിശാചിന് നിന്റെ മേലെ വലിയ അധികാരമൊന്നും ഉണ്ടായിട്ടില്ല. പിശാച് നിന്നേക്കാൾ ദുർബലനായിരുന്നു. നിന്നേക്കാൾ ദുർബലനാണ് പിശാച്, നീ പിശാചിനേക്കാൾ ശക്തനായവനാണ്. പക്ഷെ പിശാചിൻ്റെ വസ്വാസിൽ, ദുർബോധനത്തിൽ പെട്ടുപോയോ? അതാണോ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്നതുമാണ് മറ്റൊരു ചോദ്യം. ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തിന്മകൾ ചെയ്യുകയാണ് എങ്കിൽ അവൻ വഞ്ചിതനായി തീരുകയാണ്. അവൻ്റെ അറിവില്ലായ്മ കാരണം, അവൻ്റെ ജഹല് കാരണം അവൻ വഞ്ചിതനായി തീരുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ ചോദിക്കുന്നത്. പിന്നീട് നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, കല്ല, അല്ല, ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, നിങ്ങൾ പ്രതിഫല നടപടിയെ, പ്രതിഫല ദിവസത്തിനെ കുറിച്ച് നിഷേധിച്ച് തള്ളുന്നവരാണ്. മുശ്രിക്കുകളായ, കാഫിറുകളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ഇതൊക്കെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെന്താണ്? അല്ലാഹു തആല നിങ്ങൾ ഇതിനൊന്നും വിചാരണ ചെയ്യുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊന്നും കൃത്യമായി കണക്ക് വെക്കുകയോ ഇതിനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ആ പ്രതിഫല ദിവസത്തിനെക്കുറിച്ച്, യൗമുദ്ദീനെ കുറിച്ച് നിങ്ങൾ അശ്രദ്ധയിലായിപ്പോയോ? അതിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞവരാണോ? ഇവിടെ അദ്ദീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് മാലിക് യൗമുദ്ദീൻ എന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പാരായണം ചെയ്യുന്ന ആ അദ്ദീനാണ്. കാരണം ദീനിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് മതം എന്നുള്ള അർത്ഥം, ഇസ്ലാം ദീൻ, ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. രണ്ട് യൗമുൽ ജസാ, പ്രതിഫല ദിവസം എന്നർത്ഥവുമുണ്ട്. കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, അല്ല, പ്രതിഫല നടപടിയെക്കുറിച്ച് നിങ്ങൾ നിഷേധിക്കുകയാണോ, അത് കളവാക്കുകയാണോ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒന്നും കൂടി പരലോകത്തെക്കുറിച്ച് ശരിക്ക് ബോധവാന്മാരാകുന്നതിന് വേണ്ടിയിട്ട്, റബ്ബിനെ എപ്പോഴും അനുസരിക്കുന്നതിന് വേണ്ടിയിട്ട്, റബ്ബിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായകമാകുന്ന ചില കാര്യമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണത്? വ ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വ ഇന്ന അലൈക്കും ലഹാഫിളീൻ, തീർച്ചയായും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ, തീർച്ചയായും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. ആരാണ് ആ മേൽനോട്ടക്കാർ? കിറാമൻ കാതിബീൻ, അവർ ആദരണീയരായ ചില എഴുത്തുകാരാണ്. മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മലക്കുകളാണ് അവർ. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ആരാണ് ആ സംരക്ഷകരായിട്ടുള്ള മലക്കുകൾ? ആരാണ് ആ സംരക്ഷകരായിട്ടുള്ള ആളുകൾ? മലക്കുകളാണ്. അവരെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് കിറാമൻ കാതിബീൻ എന്നാണ്. അല്ലാഹുവിൻ്റെ അടുക്കൽ അങ്ങേയറ്റം ആദരണീയരായ ആളുകളാണ് മലക്കുകൾ. അതുപോലെ തന്നെ അവരുടെ സൃഷ്ടിപ്പും അങ്ങനെ തന്നെയാണ്. ഏറെ ആദരവുള്ള സൃഷ്ടിപ്പാണ് അവർക്കുള്ളത്. അവരുടെ സ്വഭാവവും അങ്ങനെ തന്നെയാണ്. മലക്കുകൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. ആ സ്വഭാവത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം, അവർ അള്ളാഹു പറയുന്നത് മുഴുവൻ അനുസരിക്കും, ഒന്നും ധിക്കരിക്കില്ല. അതാണ് ഏറ്റവും നല്ല സ്വഭാവം. ഒരു മനുഷ്യൻ ഏറ്റവും നല്ല സൽസ്വഭാവിയാണെന്ന് പറയുമ്പോൾ എപ്പോഴാണ്? അവൻ റബ്ബിനൊന്നും ധിക്കരിക്കുകയില്ല, റബ്ബ് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അതാണ് ഏറ്റവും നല്ല സൽസ്വഭാവം. അതല്ലാതെ ആളുകളോട് ചിരിച്ചു കാണിച്ചിട്ട് തെമ്മാടിത്തരം കാണിക്കുന്നതാണ് സൽസ്വഭാവിയല്ല. അത് സൽസ്വഭാവമല്ല. അതിനെക്കുറിച്ച് ആരും നല്ല സ്വഭാവമെന്ന് പറയുകയില്ല. മലക്കുകൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. ആ മലക്കുകൾ കിറാമൻ കാതിബീൻ എന്ന് പറഞ്ഞത്, അവർ നിങ്ങളോട് ഒരാളോടും ഒരക്രമവും മലക്കുകൾ ചെയ്യില്ല. നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ദേഷ്യം തോന്നിയിട്ട് നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റാ മലക്കുകൾ എഴുതുകയില്ല. നിങ്ങളോട് ആരെങ്കിലും ഒരു ദേഷ്യം തോന്നിയിട്ട് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു നിസ്സാരമായ നന്മകൾ പോലും അവർ എഴുതാതിരിക്കുകയില്ല. മുഴുവൻ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം അവർ എഴുതുന്നതാണ്. അതൊരു കുറവ് വരുത്തുകയില്ല. അതാണ് കിറാമൻ കാതിബീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എഴുതുന്നവരാണ്. അവർ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എഴുതുന്നവരാണ്. നിങ്ങൾ പ്രവർത്തിക്കാതെ ബാക്കി വെച്ചതും മലക്കുകൾ എഴുതുന്നതാണ്. അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും അറിയുന്നുണ്ട്. അവരറിയാത്തതായി ഒന്നുമില്ല. ഇനി സഹോദരങ്ങൾ, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ, ചെയ്യണമെന്ന് വിചാരിച്ച ചില നല്ല നീയത്തുകളുണ്ട്, അതിന് പ്രതിഫലമുണ്ടല്ലോ. തിന്മകൾ ചെയ്യാനുള്ള നീയത്തുണ്ടായി, സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയില്ല, അതിന് ശിക്ഷയുമുണ്ടല്ലോ. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുകയും അതും മലക്കുകൾ രേഖപ്പെടുത്തുമെന്നാണ്. ഒരു മനുഷ്യൻ നല്ലൊരു സദഖ കൊടുക്കാനൊക്കെ വിചാരിച്ചു, അങ്ങനെ നല്ല ആഗ്രഹത്തിൽ നിൽക്കാൻ, ഒരു മനുഷ്യനെ സഹായിക്കണം, പാവപ്പെട്ടവനെ സഹായിക്കണം, ആഗ്രഹത്തിൽ തയ്യാറെടുത്ത് നിൽക്കാൻ, പെട്ടെന്ന് അവൻ്റെ പൈസ കാണാതായിപ്പോയി. ഇവന് ഈ പ്രതിഫലമുണ്ട്. കാരണം ചിന്തിച്ചത് നന്മ ചെയ്യണം എന്നാണ്. പെട്ടെന്ന് പൈസ ആരോ എടുത്തുകൊണ്ടോ, ഞാൻ വിചാരിച്ചത് കൊടുക്കാൻ പറ്റിയില്ല. ആ നല്ല നിയത്തിന് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്.
അതുപോലെ പല കാര്യങ്ങൾക്കുണ്ടാകാം. നല്ല നിയ്യത്തിൽ ഒരാൾ കൃത്യമായി മസ്ജിദിലേക്ക് ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി 1 മണിക്കാണ് ജമാഅത്ത് എന്ന് പറഞ്ഞപ്പോൾ അവൻ നിയ്യത്താക്കി വന്നു. അപ്പോഴേക്കും ആ മസ്ജിദ് 12:45 നിസ്കരിച്ചു, പതിവിന് വിരുദ്ധമായിട്ട്. ഇവനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരത്തിന് പ്രതിഫലം കിട്ടും, കാരണം ആ നിയ്യത്തിലാണ് അവൻ പുറപ്പെട്ടു വന്നത്. അപ്പം നിയ്യത്തിന് വലിയ ഖൈറുണ്ട്. മലക്കുകൾക്ക് എങ്ങനെയാണ് അറിയുക നിനക്ക് നിയ്യത്തുണ്ടോ എന്നുള്ളത്? മലക്കുകൾക്ക് അറിയാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അറിയിച്ചു കൊടുക്കുകയും അങ്ങനെ മലക്കുകൾ അത് എഴുതുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മൾ പറയാൻ വിചാരിച്ച അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വിചാരിച്ച നമ്മുടെ കൽബിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മലക്കുകൾക്ക് അറിയിക്കുകയും അതും മലക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ രഹസ്യമായി ചെയ്യുന്നതും നമ്മൾ പരസ്യമായി ചെയ്യുന്നതും ഇതെല്ലാം മലക്കുകൾ രേഖപ്പെടുത്തും. അതാണ് കിറാമൻ കാത്തിബീൻ, ആദരണീയരായ ചില എഴുത്തുകാർ എന്ന് മലക്കുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് യഥാർത്ഥത്തിൽ നമ്മെ തിന്മകൾ ചെയ്യുന്ന സമയത്ത് ശരിക്കു ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ പറയുന്ന ഒരു കാര്യവും അവർ ഒഴിവാക്കുന്നില്ല. മാ യൽഫളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മളൊരു കൗലും പുറത്തേക്ക് പറയുന്നില്ല. മാ യൽഫളു മിൻ ഖൗൽ, ഒരു കൗലും ഒരു സംസാരവും നമ്മൾ പറയുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, പതിയിരിക്കുന്ന സ്ഥാനത്ത് തയ്യാറായി നിൽക്കുന്ന മലക്കുകൾ അത് എഴുതി രേഖപ്പെടുത്താതെ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെ എത്ര രഹസ്യമായിട്ട് നമ്മൾ എന്തു പറഞ്ഞാലും തിന്മകൾ പറഞ്ഞാലും അത് മലക്കുകൾ എഴുതിയെടുക്കും. അപ്പം ആ മലക്കുകൾ നമ്മളോടൊപ്പമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക്, അവർ മാന്യന്മാരാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മോശം വാക്കുകൾ പറയാൻ സാധിക്കുക? എങ്ങനെയാണ് ആരുമില്ലാത്ത സമയത്തൊരു തിന്മകൾ ചെയ്യാൻ സാധിക്കുക? കാരണം വളരെ മാന്യന്മാരായ മലക്കുകൾ നമ്മളോടൊപ്പമുണ്ട്. അള്ളാഹു അതിന് മുകളിൽ എന്നോ ഉണ്ട്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മലക്കുകളെയും നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു മാന്യനായ ഒരു വ്യക്തി നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ പലപ്പോഴും പലരും പല തിന്മ ഒഴിവാക്കും, അല്ലെ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ സിഗരറ്റ് വലിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്, അതായത് പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാണ്, ഒരു മടിയില്ലാത്ത. പക്ഷേ ഒരു മാന്യനായ ചിലപ്പോൾ ഒരു പണ്ഡിതനൊക്കെ കണ്ടാൽ ചിലപ്പോൾ അയാളത് താഴെ വെച്ച് എങ്ങനെയെങ്കിലൊക്കെ അത് കെടുത്തിക്കളയാനൊക്കെ നോക്കും. ഒരു മാന്യനായ വ്യക്തി വരുമ്പോഴേക്കും അയാൾ പല തിന്മകളും മറച്ചു വെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ ഏറ്റവും മാന്യന്മാരായ മലക്കുകൾ നിന്നോടൊപ്പമുണ്ട്. അവർക്ക് ഉപദ്രവകരമായ കാര്യങ്ങളാണ് പലപ്പോഴും നീ ചെയ്യുന്നത്, ഇത്തരം തിന്മകളും മറ്റുമൊക്കെ അവരത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് എപ്പോഴും ചിന്തിക്കേണ്ട, അങ്ങനെ തിന്മകൾ ചെയ്യുന്നവർക്ക് താക്കീതായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറഞ്ഞത്. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ കൃത്യമായി അറിയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എല്ലാം രേഖപ്പെടുത്തും. നമ്മൾ രേഖപ്പെടുത്താതെ എന്തെങ്കിലും ഒന്നുണ്ടാകും, ഏതെങ്കിലും ഒരു അവസരത്തിൽ ആരും കാണാതെ നമ്മൾ ചെയ്തത് രേഖപ്പെടുത്താതെ കിടക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന എന്തുമാകട്ടെ, നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് ചെയ്യുന്ന എന്തുമാകട്ടെ, അത് മലക്കുകൾ രേഖപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഉദാരം കൊണ്ട് നമ്മുടെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അതിനുശേഷം സഹോദരങ്ങളെ, പരലോകത്തുണ്ടാകുന്ന 2 കക്ഷികളെക്കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്. പരലോകത്ത് 2 കക്ഷികളേ ഉള്ളൂ. അവരെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് സൂറത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്. അവർക്കെന്താണ് പര്യവസാനമുള്ളത് എന്നുള്ളത് ആയത്ത് പാരായണം നമ്മൾ ചെയ്തതാണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും അബ്റാറുകൾ, നന്മകൾ ചെയ്യുന്ന സുഹൃതവാന്മാർ, ലഫി നഈം, അവർ നഈമിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുഖാനുഭവത്തിൽ തന്നെയായിരിക്കും, അതാ സ്വർഗത്തിലായിരിക്കും. നഈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ സ്വർഗമെന്നാണ്. ആരാണ് അൽ അബ്റാർ? പുണ്യവാന്മാർ അല്ലെങ്കിൽ സുഹൃതം ചെയ്യുന്നവർ ആരാണ്? നമ്മൾ അവർ ആ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ടവരാണ്. കാരണം നമുക്ക് സ്വർഗം അല്ലെങ്കിൽ നരകം, 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നന്മയിലാകണമെങ്കിൽ, സ്വർഗത്തിലാകണമെങ്കിൽ അബ്റാറുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. ആരാണ് അബ്റാർ? പണ്ഡിതന്മാർ പറഞ്ഞു, അവരാണ് അല്ലദീന ബർറു ബി അദാഇൽ ഫറാഇൽ, ഫർളുകളെല്ലാം ചെയ്ത് പുണ്യം നേടിയ ആളുകളാണ്. വജ്തിനാബിൽ മആസി, തിന്മകളെല്ലാം വിട്ടുനിന്നവരാണ്. അങ്ങനെ ഫഖസുറ ഖൈറുഹും, അത് നന്മകൾ ഒരുപാടുണ്ടാകും. വഖല്ല ശർറുഹും, അവർ തിന്മകൾ വളരെ കുറവായിരിക്കും. വഇദാ സല്ലത് അഖ്ദാമുഹും ബാദറു ബിർറുജൂഇ ഇലാ റബ്ബിഹിം, അവർക്ക് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ, അത് വാക്കുകൊണ്ടും അവയവങ്ങൾ കൊണ്ടുമൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കും. പുണ്യവാന്മാർ തിന്മകൾ സംഭവിക്കാത്തവരല്ല, തിന്മകൾ സംഭവിക്കും. പക്ഷേ ബാദറു ബിർറുജൂഇ ഇലാ റബ്ബിഹിം, അവർ റബ്ബിൻ്റെ അടുക്കിലേക്ക് പെട്ടെന്ന് ഖേദിച്ചു മടങ്ങും. പിന്നീട് മടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയില്ല, പെട്ടെന്ന് തന്നെ ഖേദമുണ്ടാകും. അത് പുണ്യവാന്മാരുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. തിന്മകൾ ചെയ്യുമ്പോൾ പേടിയായി പെട്ടെന്ന് തന്നെ തൗബ ചെയ്യാൻ തോന്നുക, എത്രയും പെട്ടെന്ന് തൗബ ചെയ്യുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. കാരണം മനുഷ്യന്മാർക്ക് സംഭവിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തിന്മ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? വുളു എടുത്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ആത്മാർത്ഥമായി അബദ്ധം സംഭവിച്ചത് ഏറ്റുപറയുക. അങ്ങനെയുള്ള ആളുകൾ അബ്റാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അങ്ങനെയുള്ള ആളുകൾ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. മുത്തഖീങ്ങൾ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു തിന്മയും സംഭവിക്കാത്തവർ എന്നല്ല മുത്തഖീങ്ങൾ. ഒരു തിന്മയും സംഭവിക്കാത്ത ആളുകൾ മലായിക്കത്തുകൾ മാത്രമാണ്.
അവർ അള്ളാഹിനെ ധിക്കരിക്കുകയില്ല. മനുഷ്യരാണോ അവർക്ക് തിന്മകൾ സംഭവിക്കും. പക്ഷേ ആ തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ശരിയാക്കാം, പിന്നീട് തൗബ ചെയ്യാം എന്ന് പറയുന്നത് മുത്തഖീങ്ങളുടെ ലക്ഷണമല്ല. കാരണം അങ്ങനെ പറഞ്ഞ പലർക്കും അത് പിന്നീട് ഉണ്ടായിട്ടില്ല. അവർക്ക് പിന്നീടെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല, അവർ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളാണ് സഹോദരങ്ങളെ അൽ അബ്റാറുകൾ എന്ന് പറയുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞത് ലഫി നഈം എന്നാണ്. സുഖാനുഭൂതിയിലാണ്, സുഖാനുഭവത്തിലാണ് അവർ ഉള്ളത്. ആ സുഖാനുഭവം സഹോദരങ്ങളെ ഒരു മനുഷ്യൻ്റെ കൽബ് കൊണ്ടുപോലും ചിന്തിക്കാൻ പറ്റാത്ത സുഖമാണ് അവർക്ക് കിട്ടുക. നമ്മൾ വിചാരിക്കും ഇന്ന സുഖമാണ്, ഇന്ന സുഖമാണ്. അല്ല, നിന്റെ മനസ്സുകൊണ്ട് എന്തെല്ലാം സുഖങ്ങൾ ചിന്തിച്ചോ അതൊന്നും അവിടെ എത്തുകയില്ല. അതിനപ്പുറത്താണ് സ്വർഗീയ സുഖം. ഇനി ആ സുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാൻ തുടങ്ങിയാൽ പിന്നീട് നിലച്ചു പോകുന്നൊരു പ്രശ്നമില്ല. സുഖം ഒരു നിലച്ചു പോകുന്നൊരു പ്രശ്നം അതിലില്ല. അതെന്നും ഉപയോഗിച്ചത് കാരണത്താൽ മടുത്തു പോകുന്ന പ്രശ്നമില്ല, മടുക്കുകയില്ല. അത് അള്ളാഹു താല പുതുക്കി നൽകിക്കൊണ്ടേയിരിക്കും. അതിലെന്തെങ്കിലുമൊക്കെ ഒരു കുറവില്ല പറയാൻ അള്ളാഹു താല ഇനിയും നൽകാനായിട്ട്. അതെപ്പോഴും പരിപൂർണമാണ്. ഇതാണ് ലഫി നഈം എന്ന് പറയുന്ന ആ സുഖാനുഭൂതി എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇന്നൽ ഫുജ്ജാറ ലഫി ജഹീം, തീർച്ചയായും ദുർമാർഗികൾ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ തന്നെയായിരിക്കും എന്ന് അല്ലാഹു തആല ഇതിന് നേർവിപരീതമായ ആളുകളെക്കുറിച്ച് പറയുകയാണ്. ആരാണ് അൽ ഫുജ്ജാറുകൾ? തെമ്മാടികൾ എന്ന് പറയുന്നത് സഹോദരങ്ങളെ അതിലേറ്റവും ഗൗരവമുള്ള തിന്മ, ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്ന് പറയുന്നത് അത് തൗഹീദ് സ്വീകരിക്കാതെ ഷിർക്കിലേക്ക് പോയ ആളുകളാണ്. തൗഹീദ് സ്വീകരിക്കാതെ ഷിർക്കിലേക്ക് പോയ ആളുകളാണ്. വ്യത്യസ്ത കുഫറുകൾ ചെയ്ത ആളുകളാണ്. അവരാണ് ഏറ്റവും വലിയ ഫുജ്ജാറുകളുടെ നേതാക്കന്മാർ. പിന്നീട് അതിലേക്ക് കടന്നു വരുന്നത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തിന്മകൾ ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള എല്ലാവരും സഹോദരങ്ങളെ ലഫി ജഹീം, അവർ നരകത്തിൽ കത്തിയെരിയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ നരകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലഫി ജഹീം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായ വിശേഷണങ്ങൾ ആ നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ബഈദുൻ ഖഅറുഹ, അതിൻ്റെ ആഴം വളരെയധികം വലിയ ഗർത്തമാണ്. തീരാത്ത ആഴമാണ് അതിലുണ്ടാവുക. മുകളിലേക്ക് പിന്നീട് നമുക്ക് എത്താൻ സാധിക്കുകയില്ല. അത് കടുത്ത ശിക്ഷയാണ് അതിലുണ്ടാകുക. അതിൻ്റെ തിന്മയാകട്ടെ ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിന് അല്ലാഹു തആല കാവൽക്കാരായി നിശ്ചയിച്ചിട്ടുള്ളത് പരുഷ സ്വഭാവിയായ മലക്കുകളെയാണ്. എന്തിനാണ് അത് അല്ലാഹു തആല പറഞ്ഞത്? കാരണം എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാനായി നമ്മൾ വിളിച്ചാൽ കേൾക്കുന്ന രൂപത്തിൽ അല്ല, മറിച്ച് ആ മലക്കുകളെക്കുറിച്ച് പറയുന്നത് അവരെത്ര കരഞ്ഞു വിളിച്ചാലും അവർ ശ്രദ്ധിക്കുകയില്ല. എത്ര കരഞ്ഞു വിളിച്ചാലും യുഗങ്ങളോളം അവർ ശ്രദ്ധിക്കുകയില്ല. പിന്നീട് ആ മലക്കുകൾ ഒരു മറുപടി പറയും, നിങ്ങൾ അവിടെ ശാശ്വതവാസികളാണ് എന്നൊരു മറുപടി മാത്രമായിരിക്കും ആ മലക്കുകൾ ഇത്തരത്തിലുള്ള കുഫാറുകളോട് പറയുക. അത്ര മാത്രമേ ഉള്ളൂ. അത്രയും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു രംഗമായിരിക്കും നരകത്തിലുണ്ടാകുക. ഇന്നൽ ഫുജ്ജാറ ലഫി ജഹീം, അല്ലാഹു തആല കടുത്ത രൂപത്തിൽ യഥാർത്ഥത്തിൽ അത് താക്കീത് ചെയ്യുകയാണ്. യസ്ലൗനഹ യൗമദ്ദീൻ, ആ പ്രതിഫല നാളിൽ അവരതിൽ കത്തിയെരിയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കുഫാറുകളോ മുശ്രിക്കുകളോ ആണെങ്കിൽ പിന്നീട് അവർക്ക് ആ കത്തിയെരിയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. വമാഹും അൻഹാ ബിഗായിബീൻ, അവർക്കതിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുകയില്ല. കുറച്ചു നേരം ഒരു തണലിന് വേണ്ടി, കുറച്ചു നേരം ഒരു ആശ്വാസത്തിന് വേണ്ടി കഴിയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു തീച്ചൂടിൽ നിന്ന് അവൻ വലിയ പ്രയാസെത്തുമ്പോൾ കുറച്ചു നേരം ഒന്ന് മാറി നിന്ന് അവനൊരു സന്തോഷം കിട്ടും, അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടും. കടുത്ത ചൂട് സഹിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഒന്ന് തണുപ്പത്തേക്ക് മാറുമ്പോൾ ആശ്വാസം കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരു ആശ്വാസമോ അങ്ങനെയുള്ള ഒരു എളുപ്പമോ ഒന്നും ലഭിക്കുകയില്ല. നിനക്ക് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. ഒമാഹും അൻഹ ബിഗായിബീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർക്കൊരിക്കലും പുറത്തു കടക്കാനോ അവരാഗ്രഹിക്കുന്ന ഒന്നുമേ അവിടെ സംഭവിക്കുകയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ നരകത്തിൽ പ്രവേശിക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യണം, നിരന്തരം റബ്ബിനോട് ദുആ ചെയ്യണം. അതുപോലെ നരകത്തിലേക്ക് എത്തുന്ന ഏത് നിസ്സാരമാണെന്ന് തോന്നുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. അതിനൊരു കാര്യമുണ്ട്. നരകത്തെ ഭയാനകത പറയുമ്പോൾ അത് കേവലം അതിൻ്റെ ഭയാനകത അറിയുക എന്നുള്ളതല്ല, മറിച്ച് അതിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെപ്പോഴും അള്ളാഹുവിനോട് കാവൽ തേടാനും നമ്മുടെ പ്രവൃത്തിപഥത്തിൽ ഇത് കൊണ്ടുവരാനും കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുകയാണ്, ഈ അബ്റാറുകൾക്ക്, പുണ്യവാന്മാർക്ക് സ്വർഗത്തിൽ സ്വർഗീയ അനുഭൂതിയുണ്ട് പരലോകത്തിൽ, അതുപോലെ നരകത്തിൽ ശിക്ഷയുമുണ്ട്. എന്നാൽ ദുനിയാവിലും ഇവർക്കൊരു സ്വർഗവും ദുനിയാവിലും ഒരു നരകവും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിനെ നന്നായി അനുസരിക്കുന്ന, താഅത്തുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖൽബ് ഒരു സ്വർഗമായിരിക്കും. അവരുടെ ഹൃദയം എപ്പോഴും ആശ്വാസം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന, എത്രത്തോളം എന്നാൽ പണ്ഡിതന്മാർ പറയുകയാണ്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മധുരപാനീയം, നമ്മൾ തേനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മധുരമുള്ള, നമുക്ക് വളരെയധികം താല്പര്യമുള്ള ചില കാര്യം ഉണ്ടാവും, വളരെ ഇഷ്ടമുള്ള കാര്യം ഉണ്ടാവും.
അതിനേക്കാളും ആസ്വാദനം ഈ ഇബാദത്തിലൂടെ കിട്ടുന്നൊരവസ്ഥ എത്തും. അത് ദുനിയാവിൽ അവൻ്റെ കൽബ് സ്വർഗീയ അവസ്ഥയിലെത്തുകയാണ്. അതാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, നമ്മുടെ കൽബിൽ കിട്ടുന്ന ഈ ആശ്വാസവും ഈ ആസ്വാദനങ്ങളും വലിയ വലിയ നേതാക്കന്മാരും രാജാക്കന്മാരും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട് അത് നമ്മളിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. കാരണം അത്രയും വലിയ ആസ്വാദനം കിട്ടും. ആളുകൾ വിചാരിക്കും തിന്മകൾ ചെയ്യുമ്പോഴാണ് ആസ്വാദനം കിട്ടുന്നത് എന്നുള്ളത്. അതവൻ്റെ കൽബ് അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. കൽബ് മോശമായി പോയതുകൊണ്ട് പല തിന്മകൾ കാണുമ്പോഴും പല തിന്മകൾ കേൾക്കുമ്പോഴും പല തിന്മകൾ ആസ്വദിക്കുമ്പോൾ പല തിന്മകൾ അനുഭവിക്കുമ്പോഴും അവനൊരു ആസ്വാദനം മനസ്സിൽ കിട്ടാറുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ അള്ളാഹുവിനെ നിരന്തരം അനുസരിച്ച് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് പുണ്യം ചെയ്യുമ്പോഴും അതിനേക്കാൾ കൂടുതൽ ആസ്വാദനമാണ് കിട്ടുക. അത് അള്ളാഹു ദുനിയാവിൽ നിന്ന് തന്നെ കൊടുക്കുന്ന ഒരു സുഖമാണത്. അവന് ദുനിയാവിൽ നിന്ന് അവന് കൊടുക്കുകയാണ്, അവന് വലിയ സന്തോഷം കിട്ടും. അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ നല്ല പുണ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു ആശ്വാസം അത് തിന്മകൾ ചെയ്യുന്ന സമയത്ത് കിട്ടുകയില്ല. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തിന്മകൾ സംഭവിച്ച് അള്ളാഹുവിൻ്റെ ആത്മാർത്ഥമായി തൗബ ചെയ്ത് കരഞ്ഞു പറഞ്ഞാൽ കിട്ടുന്ന ആ സമാധാനവും ഹൃദയത്തിലുള്ള വിശാലതയും തിന്മകൾ ചെയ്യുന്നവർക്ക് ലഭിക്കുകയില്ല. മറിച്ച് തിന്മകളുടെ സന്തോഷം എന്ന് പറയുന്നത് നൈമിഷികം മാത്രമാണ്. ഉടനെ തന്നെ അത് മുസ്ലിം ആകട്ടെ കാഫിറാകട്ടെ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആശ്വാസമില്ല. അവൻ്റെ മനസ്സിൽ ഹൃദയം അത് ഇടുങ്ങിക്കൊണ്ടേയിരിക്കും, പ്രയാസം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ പ്രയാസങ്ങളും മറ്റുമൊക്കെ മറക്കാനാണ് കുഫാറുകളായ ആളുകൾ ലഹരികളും മറ്റും ഉപയോഗിക്കുന്നത്. കാരണം അവരുടെ മനസ്സിന് സന്തോഷമൊന്നുമില്ല. അല്ല, എന്തിനാണ് അവർക്ക് ലഹരി? എന്തിനാണ് എല്ലാം മറക്കാൻ, എല്ലാ വേദനകളും മറക്കാൻ, എല്ലാ ദുഃഖങ്ങളും മറക്കാൻ എന്തിനാണ് ലഹരി? എല്ലാ തോന്നിവാസങ്ങളും അവരാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ആ ലഹരി ഉപയോഗിച്ച് എങ്ങനെയൊക്കെ മനസ്സിന് ഒരു ചിന്തകളും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിക്കുമ്പോഴാണ് അവർക്ക് ആശ്വാസം കിട്ടുന്നുള്ളൂ. കാരണം അവരുടെ ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ ഹറാമുകൾ ചെയ്തിട്ടും ദുനിയാവിൽ തന്നെ അവർക്ക് വേണ്ടത്ര സന്തോഷമൊന്നും കിട്ടുന്നില്ല. നമുക്ക് നേർക്കാഴ്ചകളായി നമ്മുടെ മുന്നിൽ അത്തരക്കാരായ ആളുകളുണ്ട്. അത് ദുനിയാവിൽ നിന്ന് കിട്ടുന്ന അവരെ കൽബിൽ കിട്ടുന്ന ഒരു നരകീയ അവസ്ഥയാണത്. കൽബിനെപ്പോഴും ഇടുക്കവും പ്രയാസവും ബേജാറുകളും ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള ചിന്തകളൊക്കെ ആയിരിക്കും അവർക്കുണ്ടാകുക. എന്നാൽ മുത്തഖീങ്ങളായ താഅത്തുകൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ മനസ്സ് സ്വർഗീയ അവസ്ഥയായിരിക്കും. ഇനി അത് കിട്ടാൻ പോകുന്ന സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവരുടെ മനസ്സെപ്പോഴും അതിനുവേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതായിരിക്കും എന്നതാണ് അവസ്ഥ. അതല്ലാതെ ഇത് പരലോകത്ത് മാത്രമല്ല അവർക്ക് ലഭിക്കുക എന്ന കാര്യം ഉണർത്താനാണ് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നബിയെ വമാ അദ്റാക മാ യൗമുദ്ദീൻ, നബിയെ യൗമുദ്ദീൻ എന്താണെന്ന് താങ്കൾക്കറിയുമോ? എന്തിനാണ് അത്തരത്തിലുള്ള ചോദ്യം? അത്തരത്തിലുള്ള ചോദ്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകതയും പ്രാധാന്യം അറിയുന്നതിനോട് ചില ചോദ്യങ്ങളുണ്ട്. താങ്കൾക്കറിയുമോ യൗമുദ്ദീൻ എന്താണെന്ന് അറിയുമോ? വീണ്ടും അല്ലാഹു തആല ചോദിക്കുകയാണ്, സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, യൗമുദ്ദീൻ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തന്നെ അത് പറയുകയാണ്, യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അന്നേ ദിവസം ലാ തംലികു നഫ്സുൻ, ഒരാളും ഉടമപ്പെടുത്തുകയില്ല, ലിനഫ്സിൻ മറ്റൊരാൾക്ക് വേണ്ടി, ഷൈഅൻ ഒന്നും ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല, വൽ അംറു യൗമഇദിൻ ലില്ലാഹ് കാര്യം മുഴുവൻ അല്ലാഹു തആലയുടെ അടുക്കൽ മാത്രമായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. ഒരാൾക്കും തൻ്റെ കയ്യിലുള്ളൊരു നന്മ കൊണ്ട് തൻ്റെ കൂട്ടുകാരന് ഉപകാരപ്പെടുത്താൻ സാധിക്കുകയില്ല. ഉപ്പയുടെ കയ്യിലുള്ളൊരു നന്മ കൊണ്ട് മകന് കൊടുക്കാൻ സാധിക്കുകയില്ല, മകനെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. മകൻ്റെ കയ്യിലുള്ളൊരു നന്മ കൊണ്ട് ഉപ്പയെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല, സഹോദരങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. മറിച്ച് എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടുന്ന രംഗം മാത്രമായിരിക്കും അത്. ഒരാളും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ആരും ഉണ്ടാവാത്ത അവസ്ഥയാണ്. ആരുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ, ഉപ്പയുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ മക്കളാരും പറയുകയില്ല, ഞങ്ങളെ ഏറ്റെടുത്തു കൊള്ളാം എന്ന് പറയില്ല. മക്കളുടെ പൊന്നോമന മക്കളായി ഇവിടെ വാത്സല്യത്തോടുകൂടി പരിചരിച്ച ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഉപ്പ ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല, ഉപ്പ ഏറ്റെടുക്കാൻ നിൽക്കുകയില്ല, ഒരാളും ഒന്നും ഏറ്റെടുക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ജനങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഒരാളും നാളെ നമുക്കുണ്ടാവുകയില്ല, ഒരാളുണ്ടാവുകയില്ല. ഉണ്ടാകുക നമ്മൾ മാത്രം തന്നെയാണ്, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആളുകളെ തൃപ്തിപ്പെടുത്താനാണ് ഇന്ന് പലരും പല തിന്മകളും ചെയ്യുന്നത്. 4 ആളുകളെ തൃപ്തിപ്പെടുത്തണം, 4 ആളുകളെ സന്തോഷപ്പെടുത്തണം, അതിനുവേണ്ടി പല ഹറാമുകളും ചെയ്യും. ചിലപ്പോൾ ഇവന് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ആളുകൾ എന്തു പറയും എന്ന് പറഞ്ഞാൽ ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യും. അല്ലാഹു തആല പറയാണ്, യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, ഒരാളും മറ്റൊരാൾക്കും വേണ്ടി ഒന്നും ഉടമപ്പെടുത്തുകയില്ല. എന്നാൽ ഉടമപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ഷഫാഅത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയുള്ള ആളുകൾക്ക് അല്ലാഹു ഷഫാഅത്തിന് അർഹത നൽകും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഷഫാഅത്തിനെ നിഷേധിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഈ ആയത്ത് തെളിവാക്കിയേക്കാം. ഷഫാഅത്തുണ്ട്. എങ്ങനെയാണ് ഷഫാഅത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ
തൃപ്തിപ്പെടുത്തിയ ആളുകൾ, തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയ ആളുകൾ, തൗഹീദുള്ളവർക്ക് മാത്രമേ ഷഫാഅത്ത് ലഭിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച, അള്ളാഹുവിനോട് മാത്രം ഇബാദത്തുകൾ നിർവഹിച്ച ആളുകൾ, അവർക്ക് വൻപാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് അവർക്ക് ലഭിക്കുന്നതാണ്. അമ്പിയാക്കളുടെ ഷഫാഅത്തുണ്ട്, സാലിഹീങ്ങളുടെ ഷഫാഅത്തുണ്ട്. ഇത്തരത്തിലുള്ള ഷഫാഅത്തുകൾ ഇത് ലഭിക്കണമെങ്കിൽ ദുനിയാവിൽ അള്ളാഹുവിന് തൃപ്തി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് മരിച്ചു പോകുന്ന ആളായിരിക്കണം. അതായത് തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയിരിക്കണം എന്നർത്ഥം. തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം. ഷിർക്ക് കൊണ്ട് മരണപ്പെട്ടു പോയാൽ അവനവിടെ ഉപകരിക്കുകയില്ല എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കണം. ഇത് പരലോകത്ത് ഒരാൾക്ക് ലഭിക്കുന്ന ഉപകാരത്തിൽപ്പെട്ട കാര്യമാണ് അത്തരത്തിൽ ഷഫാഅത്ത്. പക്ഷെ ആ ഷഫാഅത്ത് നമുക്ക് ആർക്കും അനുവാദം നൽകുകയില്ല. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു, ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യുക? ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ. അപ്പം അള്ളാഹു തൃപ്തിപ്പെട്ട് അള്ളാഹു അനുമതി കൊടുത്ത് ഇന്നയാൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്തോളൂ എന്ന് പറയുന്ന രംഗം പരലോകത്തുണ്ട്. പക്ഷേ അത് നമുക്ക് അവിടെ വെച്ച് ആരോടും ചോദിക്കാനും അവിടെ വെച്ച് ആരോടും ആവശ്യപ്പെടാനും സാധിക്കുകയില്ല. അതിന് ഷഫാഅത്തിന് പാത്രമാകുന്ന കാര്യങ്ങൾ ചെയ്ത് മരണപ്പെടാൻ നമ്മൾ ശ്രമിച്ചാൽ അതിനേറ്റവും സഹായിക്കുന്നത് തൗഹീദാണ്. അതുകൊണ്ടാണ് പലരും ഷഫാഅത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞ് അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന ആളുകൾ ഏറ്റവും നിരാശരാകുന്ന രംഗം നാളെ പരലോകത്താണ്. തൗഹീദുള്ള ആളുകൾക്ക് ഷഫാഅത്ത് ലഭിക്കുന്ന സമയത്ത് ഷഫാഅത്ത് എന്ന പേരിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഷഫാഅത്തുമില്ല, ഒരു പരിഗണനയും അവർക്കില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഈ ദിവസത്തെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും നിർത്തി ചിന്തിക്കേണ്ടതാണ്. ഈ യാത്രയിൽ എവിടെയാണ് നമ്മളുള്ളത്? ഇപ്പോൾ മരണപ്പെട്ടു പോയാൽ ഇതിലേതവസ്ഥയിലായിരിക്കും ഞാൻ ഉണ്ടാകുക? അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഇന്നൽ അബ്റാറ ലഫീ നഈം എന്ന് പറയുന്ന വിഭാഗത്തിലായിരിക്കുമോ, അതല്ല ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കുമോ? അല്ലാഹു തആല ചോദിച്ചല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്, സൽക്കർമ്മങ്ങളിൽ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ നഫ്സിനെക്കുറിച്ച് ഒരു പുനഃപരിശോധന നടത്തേണ്ടതുണ്ട്. ഈ അവസ്ഥയിൽ നമ്മൾ എങ്ങനെയായിരിക്കും? ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചൊന്ന് വിചാരണ ചെയ്യുക, നാളെ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. അത് ശ്രദ്ധിക്കുക. നമുക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നന്മകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ തിരിച്ചറിയുക അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്. അള്ളാഹുവിന് കൂടുതൽ നന്ദി കാണിക്കുക, അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ തിന്മകളാണ് നമുക്ക് കാണുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നതിന് മുമ്പായിട്ട് അതിൽ നിന്ന് പൂർണ്ണമായി തൗബ ചെയ്ത് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. അതാണ് അള്ളാഹു തആല പറഞ്ഞ് അവസാനിപ്പിച്ചത്. വൽ അംറു യൗമ ഇദിൻ ലില്ലാഹ്, അന്നേ ദിവസത്തെ മുഴുവൻ കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇതാണ് സഹോദരങ്ങളെ 19 ആയത്തുള്ള സൂറത്തുൽ ഇൻഫിത്താർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുകളിൽ അടങ്ങിയിട്ടുള്ള മഹത്തരമായ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.